കൂട്ടുകാരെ, ഇന്ന് ഞാൻ ആലപ്പുഴ സ്റ്റൈൽ ഒരു ഇഞ്ചിക്കറിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഓണത്തിന് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതുപോലെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, അപ്പോഴേ ചീത്തയാവാതെ ഇരിക്കും. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോഴേ കൂട്ടുകാരെ, സെലിൻ ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്നൊരു ആലപ്പുഴ സ്റ്റൈൽ ഒരു ഇഞ്ചിക്കറി നോക്കാം. അതിനായിട്ട് ഇത്രയും ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഇഞ്ചിയാണ്. ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മുടെ ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോഴേ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന ആലപ്പുഴ ഒരു സ്റ്റൈലാണ്. അപ്പോൾ തേങ്ങ ഇട്ടൊക്കെ ഇഞ്ചിക്കറി ചെയ്യാം, അങ്ങനെ പല രീതിയിൽ ചെയ്യാം. ഇതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഓണത്തിൻ്റെ ഒരുപാട് റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടി ഇട്ടിട്ടുണ്ട്, അടപ്രഥമൻ വയ്ക്കുന്ന അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. സെലിൻ വ്ളോഗ്സ് അടപ്രഥമൻ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതൊരു കഷ്ണം കൂടെ വീണു പോയി. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സെർച്ച് ചെയ്തെടുക്കാം. ഓണത്തിന് വേസിയിലുള്ള ഒരുപാട് വീഡിയോ, അതുപോലെ ബീട്രൂട്ട് പച്ചടി, വെള്ളരിക്ക പച്ചടി കിച്ചടി എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇഞ്ചി ഇവിടെ 3/4 ഭാഗം വെന്തിട്ടുണ്ട്. കണ്ട് ഇതുപോലെ ഇതേ കളറായിട്ടുണ്ട്. അപ്പോഴേ ഇത്രയും കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു 10 കൊച്ചുള്ളി വരും. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി എടുത്തതിൻ്റെ നേരെ പകുതി വേണം കൊച്ചുള്ളി എടുക്കാൻ. അപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചിയും, അല്ലാന്നുണ്ടെങ്കിൽ മൂത്ത് കിട്ടില്ല. ഇഞ്ചി മൂത്ത് വരാൻ നല്ല സമയം എടുക്കുക. അപ്പോൾ ഞാൻ കട്ടി കുറച്ച് അരിഞ്ഞതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തീ മീഡിയത്തിൽ വേണം വയ്ക്കാൻ, കൂട്ടിയിടാൻ പാടില്ല, എങ്കിൽ കരിഞ്ഞു പോവും. എനിക്ക് ഇഞ്ചിയും കൊച്ചുള്ളിയും എല്ലാം ഒരേപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 3/4 ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേന് അതൊന്ന് ബ്രൗൺ കളറായി വരുമല്ലോ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ അവസരത്തിൽ വേണം കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, കട്ടി കൂടി പോകരുത്. രണ്ട് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ. കറി ലീവ്സ് ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം.
ഞങ്ങളുടെ ക്രഷ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്, നല്ല തരിതരിപ്പോടെ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊടിച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ ഇങ്ങനെ മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിനി ശകലം ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇനി തീ കത്തിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഇത്ര 1 ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് ഇനി ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒഴിച്ചു കൊടുക്കുക. ഇനി തീ കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. നല്ല മണം വരുന്നുണ്ട്, ഇപ്പോഴേ ഏറ്റ മണമാണ്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുക. അപ്പോഴും ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, ഒന്ന് ബാക്കിലോട്ട് തിരിച്ചാണ് കറക്കാറുള്ളത്, അല്ലാതെ നമ്മൾ സാധാരണ അരയ്ക്കുമ്പോൾ അരച്ചാൽ ശരിയാകില്ല. സൂപ്പർ മണം. ഇപ്പോഴും നമ്മുടെ ഇഞ്ചിക്കറിയുടെ ആലപ്പുഴ സ്റ്റൈൽ ഇഞ്ചിക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് തന്നെ മണം തന്നെ ഭയങ്കര ടേസ്റ്റ്. സൂപ്പർ. അപ്പോഴും നമ്മുടെ ആലപ്പുഴ സ്റ്റൈൽ ഇഞ്ചിക്കറി ഇവിടെ സൂപ്പർ ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്കൊരു സപ്പോർട്ടാവും. അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.